ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ടർക്കി വ്ളോഗ്. എൻ്റെ ടർക്കി വ്ളോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ ഫസ്റ്റ് ടർക്കി വീഡിയോയുടെ ലിങ്ക് ഇടുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലാണ് വന്നിരിക്കുന്നത്. സാമാന്യം വലിയൊരു ഷോപ്പിംഗ് മാളാണിത്. ഇവിടെ അത്യാവശ്യം കുറച്ച് കടകൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ട്. ഈ ഷോപ്പിംഗ് മാളിൽ മെയിനായിട്ടുള്ളത് കുറച്ച് സുവനീർ ഷോപ്പുകളും അതുകൂടാതെ ഷൂ, ബാഗ്സ് എന്നിവ വിൽക്കുന്ന ഷോപ്പുകളും ക്ലോത്തിങ് ഷോപ്പുകളും കുറച്ച് റെസ്റ്റോറൻറ്റുകളും ഈ ഷോപ്പിംഗ് മാളിലുണ്ട്. വളരെ ഭംഗിയാർന്ന ടർക്കിഷ് പ്ലേറ്റുകളും ഡെക്കറേറ്റീവ് ഐറ്റംസും ഈ കടയിൽ വെക്കുന്നുണ്ട്. ഞാൻ ഈ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കുറച്ച് വിശദമായിട്ട് കാണിക്കാം. ടർക്കിഷ് ബ്രേസ്ലെറ്റ്, ചെയിൻസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഹോം ഡെക്കർ ഐറ്റംസൊക്കെ ഈ കടയിൽ വിൽക്കുന്നുണ്ട്. ഞാൻ ടർക്കിയിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഷോപ്പിംഗ് മാളിൽ വരുന്നത്. ഇപ്പോൾ ഷോപ്പിംഗ് മാളിലെ ഏകദേശം കടകളെല്ലാം സന്ദർശിച്ച ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പുറത്തെ ഒരു ഷോപ്പിംഗ് മാളിലെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ബ്രാൻഡുകളുടെ ഐറ്റംസൊക്കെയാണ് ഈ ഷോപ്പിംഗ് മാളിൽ വിൽക്കുന്നത്. ഷോപ്പിംഗ് മാളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ ഞങ്ങൾ താമസിക്കുന്ന ഇഫ്താലിയ അക്കോ റിസോർട്ടിലേക്ക് തിരിച്ചു നടന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ അനാല്യ എന്ന ഒരു സ്ഥലം സന്ദർശിക്കാനാണ്. അവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ച് വിസിറ്റ് ചെയ്യാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സീസൈഡ് കാണാനായിട്ട് ഞങ്ങൾ വലിയൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ടാക്സി വരുന്നതിന് വേണ്ടി ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ ടാക്സി എത്തി. ഞങ്ങൾ ആ ടാക്സിയിൽ കയറി അലാന്യ ബീച്ച് കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ സൈഡിലും കടൽ തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അലാന്യ. ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ മനോഹരമായ കാഴ്ചകളാണിതൊക്കെ. ടർക്കി ഒരു യൂറോപ്യൻ കൺട്രി ആണെങ്കിലും ഈ കൺട്രിയിലെ മിക്ക കാഴ്ചകളും മിഡിൽ ഈസ്റ്റിനോട് സാമ്യമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ടർക്കിയിലുള്ളത്. ടർക്കി അതിഭംഗിയായിട്ടുള്ളൊരു കൺട്രിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ലോകത്തിലെ 5 കൺട്രികളിൽ ഒന്നാണ് ടർക്കി. റിപ്പബ്ലിക് ഓഫ് തുർക്കി എന്നാണ് ടർക്കിഷ് ഭാഷയിൽ പറയുന്നത്. അങ്കാറയാണ് ടർക്കിയുടെ ക്യാപിറ്റൽ സിറ്റി.
ടർക്കിയിലെ കറൻസി ലിറയാണ്. ലിറ കൂടാതെ യൂറോയും ടർക്കിയിൽ യൂസ് ചെയ്യുന്ന ഒരു കറൻസിയാണ്. യൂറോപ്പിലും ഏഷ്യയിലും ആയിട്ടാണ് ടർക്കി സ്ഥിതി ചെയ്യുന്നത്. ടർക്കിയുടെ ഏറിയ ഭാഗവും ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ്. വളരെ കുറച്ച് ഭാഗം മാത്രമേ യൂറോപ്യൻ കോണ്ടിനെൻറ്റിലുള്ളൂ. 2022 കണക്കനുസരിച്ച് ടർക്കിയിലെ ജനസംഖ്യ ഏകദേശം 84.98 മില്യൺ ആണ്. ഇസ്ലാമാണ് ടർക്കിയിലെ ഡോമിനൻ്റ് റിലീജിയൻ. ഏകദേശം 90% പോപ്പുലേഷൻ മുസ്ലിംസ് ആണ്. വേറെ ടർക്കിയിലുള്ള 2 മൈനോറിറ്റി റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയും ജൂദായിസവുമാണ്. ടർക്കിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം ഇസ്താംബുൾ, കപ്പഡോക്യ, അന്റാലിയ, ബോർഡം, പമുക്കലെ, ഇസ്മീർ, അങ്കാര, മാർമറൈസ്, ബോസ്ഫറസ്, ഫെത്തിയെ എന്നീ സ്ഥലങ്ങളാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ടർക്കിയെങ്കിലും ടർക്കിയുടെ ചില സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നത് അലൗഡ് അല്ല. അത് പ്രധാനമായും ടർക്കി സിറിയ ബോർഡർ, ടർക്കി ഇറാഖ് ബോർഡർ എന്നീ ഏരിയയിലാണ് ട്രാവലിംഗ് അനുവദിക്കാത്ത സ്ഥലങ്ങൾ. വളരെ സേഫായിട്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് ടർക്കിയിലെ ബാക്കി സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ടർക്കി ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രി ആണെങ്കിലും ഇവിടെ സെക്കുലർ സിസ്റ്റമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി ടൂറിസ്റ്റുകൾ ഈ കൺട്രിയിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നത്. ഏകദേശം 1,20,000-നും 3,20,000-നും ഇടയ്ക്ക് ക്രിസ്ത്യൻസാണ് ടർക്കിയിലുള്ളത്. അതുപോലെ തന്നെ 26,000 ജ്യൂസാണ് മൈനോറിറ്റി റിലീജിയനായിട്ട് ടർക്കിയിലുള്ളത്. ഒരു പ്രാവശ്യം ടർക്കി ഒന്ന് വിസിറ്റ് ചെയ്താൽ വീണ്ടും വീണ്ടും വന്ന് ടർക്കി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഏതൊരു ടൂറിസ്റ്റിനും ഉണ്ടാകും. അത്രയ്ക്ക് ഭംഗിയാണ് ടർക്കി. ടർക്കിയുടെ വിസ്തീർണം നോർത്ത് ടു സൗത്ത് 300 to 400 മൈൽസും ഈസ്റ്റ് ടു വെസ്റ്റ് 1000 മൈൽസുമാണ്. ഏകദേശം 8ഓളം കൺട്രികളാണ് ടർക്കിയുമായിട്ട് ബോർഡർ പങ്കിടുന്നത്. നോർത്ത് ടർക്കിയിൽ ബ്ലാക്ക് സീ ആണുള്ളത്. അതുപോലെ തന്നെ നോർത്ത് ടർക്കി ബോർഡർ ഷെയർ ചെയ്യുന്നത് ജോർജിയ, ആർമീനിയയുമായിട്ടാണ്. ഈസ്റ്റ് ടർക്കി ബോർഡർ ഷെയർ ചെയ്യുന്നത് അസർബൈജാൻ, ഇറാനുമായിട്ടാണ്. സൗത്ത് ഈസ്റ്റ് ടർക്കി ഇറാഖും സിറിയയുമായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. സൗത്ത് വെസ്റ്റ് മെഡിറ്ററേനിയൻ സീ ആണ്. അതുകൂടാതെ ആൽജിയൻ സീയും നോർത്ത് വെസ്റ്റിൽ ഗ്രീസും ബൾഗേറിയയുമായിട്ടാണ് ടർക്കി ബോർഡർ ഷെയർ ചെയ്യുന്നത്. ടർക്കിയുടെ ടോട്ടൽ ബൗണ്ടറി ലെങ്ത് 4,000 മൈലോളമാണ്. ടർക്കിയുടെ ക്യാപിറ്റൽ അങ്കാറയാണെങ്കിലും ടർക്കിയിലെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റി ഇസ്താംബുൾ ആണ്. വഴിനീളെ പാം ട്രീസും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ടർക്കിയുടെ ബിബ്ലിക്കൽ നെയിം അനറ്റോലിയ എന്നാണ്. ടർക്കിഷ് ട്രൈബ് അനറ്റോളിയ ഇൻവേഡ് ചെയ്തത് 11th സെഞ്ച്വറി CEയിലാണ്. 11th സെഞ്ച്വറി തൊട്ട് 14th സെഞ്ച്വറി വരെ സെൽജുക്ക് എന്ന എംപററാണ് ടർക്കി ഭരിച്ചിരുന്നത്. 14th സെഞ്ച്വറി തുടങ്ങി ഒട്ടോമൻ എംപററാണ് ടർക്കി ഭരിച്ചിരുന്നത്. 17th സെഞ്ച്വറി ആയപ്പോഴേക്കും ഒട്ടോമൻ സാമ്രാജ്യം ഒത്തിരി സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒട്ടോമൻ എംപറർക്ക് കഴിഞ്ഞു. 1923 ശേഷം ഒട്ടോമൻ സാമ്രാജ്യം അസ്തമിച്ചു. അതിനുശേഷം സെക്കുലർ പാർലമെൻ്ററി ഡെമോക്രസി മുസ്തഫ കെമാലിൻ്റെ അണ്ടറിൽ നിലവിൽ വന്നു.
ഞങ്ങളുടെ ടാക്സി ഇപ്പോൾ ഏകദേശം അന്റാലിയ ബീച്ചിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ടാക്സി ഒരിടത്ത് പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ റോഡിലൂടെ ഷോപ്പിങ്ങിനായിട്ടും സീസൈഡ് കാണുന്നതിന് വേണ്ടിയിട്ടും മുന്നോട്ടേക്ക് നടന്നു. ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒത്തിരി ഷോപ്പുകൾ ഈ അലാന്യ ബീച്ചിലുണ്ട്. ഒരു സുവനീർ കടയിലേക്ക് ഞാൻ ആദ്യം കയറി ചെന്നു. വളരെ ഭംഗിയുള്ളതും കൗതുകകരമായിട്ടുള്ള ഐറ്റംസാണ് ഈ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ടർക്കിഷ് കരകൗശലത്തിൻ്റെ ഒരു മായാജാലം തന്നെ ഈ കടയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. വളരെയധികം ഭംഗിയുള്ള ഐറ്റംസാണ് ഈ കാണുന്നതൊക്കെയും. ടർക്കിഷ് ഫ്ലാഗുകളും തൊപ്പികളും ടവലുകളും ഹോം ഡെക്കർ ഐറ്റംസും ജ്വല്ലറീസും ഓർണമെൻറ്റ്സ്, കട്ട്ലറീസ്, യുട്ടൻസിൽസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഹോം ഡെക്കർ ഐറ്റംസ് എന്നിവയുടെ വളരെയധികം കളക്ഷൻ ഈ ഷോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൈബ്രൻ്റ് ആയിട്ടുള്ള ടർക്കിഷ് ട്രഡീഷണൽ ലൈറ്റിങ്ങുകളും ലാമ്പുകളുടെയും വളരെ വലിയൊരു കളക്ഷൻസ് ഈ ഷോപ്പിലുണ്ട്. വാൾ ഡെക്കറേഷൻ്റെ വലിയൊരു കളക്ഷൻസാണ് ഈ കാണുന്നതൊക്കെയും. ടർക്കിയിലുണ്ടായിരുന്ന ഒട്ടോമൻ ഭരണത്തിൻ്റെ സംസ്കാരമാണ് ഈ കാണുന്ന ഓരോ സുവനീറും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങിയ ശേഷം ഞാൻ പുറത്തേക്ക് നടന്നു. ബീച്ച് ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ മുന്നോട്ടേക്ക് നടക്കുന്നത്. വളരെ ഭംഗിയേർന്ന ഒരു സിറ്റിയാണ് അലാന്യ. അലാന്യയിലെ സിറ്റി സെൻറ്ററിലെ ഷോപ്പുകളിൽ ഞാൻ അടുത്ത ദിവസം സന്ദർശിക്കുന്നുണ്ട്.
ഏകദേശം 5-8 മിനിറ്റ് നടന്നതിന് ശേഷം ഞാൻ അലാന്യ ബീച്ചിലെത്തിച്ചേർന്നു. ഉച്ച കഴിഞ്ഞ സമയമായതിനാൽ ബീച്ചിൽ അധികം ആൾക്കാരൊന്നും കാണാനില്ല. ഈവനിങ് ആകുമ്പോഴത്തേക്കും ഈ ബീച്ച് വളരെ തിരക്കായിരിക്കും. ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്ഥലമാണ് അലാന്യ. ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി കൂടിയാണ് അലാന്യ. റിച്ച് കൾച്ചറൽ ഹെറിറ്റേജും മ്യൂസിയവും ഒക്കെ ഉള്ള സ്ഥലമാണ് അലാന്യ. ഞാൻ ഈ വഴിയിലൂടെ പതുക്കെ മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന സുന്ദരിപ്പൂക്കൾ കാണാനിടയായി. പലതരത്തിലും നിറത്തിലുമുള്ള നല്ല ഭംഗിയുള്ള സുന്ദരിപ്പൂക്കൾ ഈ ടർക്കിയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സുന്ദരിപ്പൂക്കൾ തന്നെ അല്ലാണ്ട് നമ്മൾ നാട്ടിൽ കാണുന്ന മറ്റു പല ചെടികളും ഞാൻ ഈ ടർക്കിയിൽ കാണാനിടയായി. നാലഞ്ച് മിനിറ്റ് മുന്നോട്ട് എത്തിയപ്പോഴേക്കും ഞാൻ ബീച്ചിൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു ബീച്ചാണ് ഈ അലാന്യ ബീച്ച്. അലാന്യയിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഒന്നാണ് അലാന്യ ബീച്ച്. ഈ ബീച്ചിൻ്റെ റോഡിലെ ഇരു സൈഡിലും പാം ട്രീസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ ചെന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഈ ബീച്ചിൽ നിൽക്കുമ്പോൾ തോന്നുന്നത്. ആൾക്കാർക്ക് ബീച്ചിലിരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെഞ്ചുകളും അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കും അതുകൂടാതെ ബീച്ച് ആക്ടിവിറ്റീസിനുള്ള ഫെസിലിറ്റീസും എല്ലാം ഈ അലാന്യ ബീച്ചിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ ബീച്ചിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞാൻ കുറച്ച് നേരം ബീച്ചിലൂടെ നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബീച്ചിൽ വേറെ കളറിലുള്ള സുന്ദരിപ്പൂക്കൾ കാണാനിടയായി. ബീച്ചിലെ ആക്ടിവിറ്റീസുകളിൽ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ടൈം ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരുകളും ടൂറിസ്റ്റുകളൊക്കെ ബീച്ച് വിസിറ്റ് ചെയ്യാൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബീച്ചിലുള്ള കുറച്ച് കൂൾ ബാറുകളും ഐസ്ക്രീം കടകളുമാണ് ഈ കാണുന്നത്. എൻ്റെ ഇന്നത്തെ ഈ ടർക്കി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ടൂറിസ്റ്റുകൾക്കും ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനുമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനും ഡ്രിങ്ക് കുടിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസാണ് ഈ ബീച്ചിൽ ഇവിടെയെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. ഏകദേശം ബീച്ചിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ടാക്സിയുടെ അടുത്തേക്ക് നടന്നു. പലതരം ബെറീസുള്ള നാടാണ് ടർക്കി. മൾബറി, ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറി എന്നിവ കൂടാതെ
ഫിഗും പലതരത്തിലുള്ള ഓറഞ്ചുകളും ടർക്കിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിയെ ഞാൻ വഴിയരികിൽ ഒരു ടർക്കിഷ് മൾബറി ട്രീ കണ്ടു. വളരെയധികം മൾബറികൾ ഈ ട്രീയിലുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആണ് ടർക്കി കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ടർക്കിയിലെത്തുന്നത്. ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ പിന്നെ ടർക്കി കാണാൻ പറ്റിയ സമയം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഒന്ന് ടർക്കി സന്ദർശിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്ന് കാണാൻ തോന്നുന്ന രാജ്യമാണ് ടർക്കി. ടർക്കിയുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.